കരം സ്വീകരിക്കാത്തതിന്റെ പേരിൽ കോഴിക്കോട്ട് കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തെ തുടർന്നാണ് കർശന നടപടികളുമായി റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ രംഗത്തെത്തിയത്. വിവിധ ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസുകളിൽ എത്തുന്നവർക്ക് വേഗത്തിൽ സേവനങ്ങൾ നൽകണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. കരമടയ്ക്കാനെത്തുന്നവരിൽ നിന്ന് കഴിയുമെങ്കിൽ അന്നു തന്നെ കരം സ്വീകരിച്ച് രസീത് നൽകണം. അന്ന് കഴിയാത്ത പക്ഷം തൊട്ടടുത്ത ദിവസം കരം സ്വീകരിക്കണം. ഏതെങ്കിലും കാരണങ്ങളുടെ പേരിൽ കരമെടുക്കാനാവുന്നില്ലെങ്കിൽ കാരണം രേഖാമൂലം വ്യക്തിയെ അറിയിക്കണം. പരാതിയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട തഹസീൽദാറെ സമീപിക്കാവുന്നതാണെന്നും അറിയിക്കണം. ആ വിവരം ബന്ധപ്പെട്ട തഹസീൽദാർക്ക് വില്ലേജ് ഓഫീസർ റിപ്പോർട്ട് ചെയ്യുകയും വേണം. ആവശ്യങ്ങൾക്കായി വില്ലേജ് ഓഫീസിലെത്തുന്നവരെ 2 തവണയിൽ കൂടുതൽ വരുത്തരുതെന്നും മന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒരു ദിവസം കൊണ്ട് ഒരു ദിവസം ഓഫീസിലെത്തിയവരുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ അന്ന് പരിഹരിച്ചാൽ, ഒന്നല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് പരിഹരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പരിഹരിച്ചാൽ ജനങ്ങൾ പൊതുവെ സംതൃപ്തരാകും എന്നതിൽ സംശയമില്ല. ഈ നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി എല്ലാ വില്ലേജ് താലൂക്ക് ഓഫീസുകളിലേക്കും സർക്കുലർ അയക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷനോട് മന്ത്രി നിർദ്ദേശിച്ചു. സർക്കുലർ അനുസരിച്ച് പ്രവർത്തിക്കാത്ത ഉദ്യോഗസ്ഥർക്കും ചുമതലപ്പെട്ട തഹസീൽദാർക്കുമെതിരെ കർശന നടപടിയെടുക്കണമെന്നും മന്ത്രി ലാൻഡ് റവന്യൂ കമ്മീഷണറെയും കളക്ടർമാരെയും അറിയിച്ചിട്ടുണ്ട്. ആർ ശ്രീജിത്ത്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.